വാർത്തകളും നോട്ടിഫിക്കേഷനും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കും. ഒരൊറ്റ ചതി, വിജയിച്ചാൽ കോടീശ്വരന്മാരാകാം. കൂടെ നിന്നവരോ ലക്ഷപ്രഭുക്കളുമാകും. വീട് വാങ്ങാം, സ്ഥലം വാങ്ങാം, ആഡംബര കാറുകൾ വാങ്ങാം, അടിച്ചു പൊളിച്ച് ആസ്വദിച്ച് ജീവിക്കാം, തോന്നും പോലെ മുന്നോട്ട് പോകാം. പക്ഷേ ഒരു ചതി, സമയം 24 മണിക്കൂർ. വിജയിച്ചാൽ കോടീശ്വരന്മാരും കൊട്ടേഷൻ തലവന്മാരുമായി മാറാം. ഇതിന് ഒരു പേരുണ്ട്. ആ പേര് ഗോൾഡ് കട്ടിംഗ് എന്നാണ്. മലയാളികൾക്കിടയിൽ സ്വർണം പൊട്ടിക്കൽ എന്നാണ് ഇതിന്റെ പേര്. ഗോൾഡ് കട്ടിംഗ് തുടങ്ങിയിട്ട് കാലം കുറേയായി. പക്ഷേ മലയാളികൾ ഈ ഗോൾഡ് കട്ടിങ്ങിനെ കുറിച്ച് കേട്ടു തുടങ്ങിയത് അർജുനയങ്കിയിലൂടെയാണ്. അതെ, അയ്യങ്കിയിലൂടെ മലയാളികൾ ആ സത്യം തിരിച്ചറിഞ്ഞപ്പോൾ പണിയെടുക്കാതെ കോടീശ്വരന്മാരായി മാറുന്ന ഒരു കൂട്ടം യുവാക്കളുടെ കഥയാണ് മലയാളികൾ ഇതിലൂടെ കേട്ടത്. നിങ്ങളോട് എനിക്ക് പറയാനുള്ളതും ഈ കഥയെക്കുറിച്ച് തന്നെയാണ്. എങ്ങനെയാണ് ഇവർ ഇത്തരത്തിലുള്ള ഒരു ചതി നടത്തുന്നത്? 2ാം നമ്പർ പണിക്ക് 4ാം നമ്പർ പണി കൊണ്ട് മറുപടി കൊടുക്കുന്ന അയ്യങ്കിമാരുടെ കടന്നുവരൽ ഏത് വഴിയിലൂടെയാണ്? എങ്ങനെയാണ് ഗോൾഡ് കട്ടിംഗ് നടത്തുന്നത്? ഇത് കൃത്യമായി പഠിക്കുന്നതിന് മുൻപ് നമുക്ക് ഒരു വിഷയത്തിലേക്ക് പോകാം. ഡിവൈഎഫ്ഐ കണ്ണൂരിൽ, അതായത് കൂത്തുപറമ്പ് പ്രദേശത്ത് ഒരു വലിയ പ്രതിഷേധം സംഘടിപ്പിച്ചു, ഒരു പ്രകടനം. ആ പ്രകടനം അർജുനയങ്കിയുടെ വിഷയം വന്നതിന് ശേഷം കൊട്ടേഷൻ സംഘവും ഡിവൈഎഫ്ഐയും നേർക്കുനേർ വരുന്നു. ഈ സമയം ടൗണിലൂടെ നടത്തിയ പ്രകടനത്തെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ട് കൊട്ടേഷൻ സംഘം ഫ്യൂസ് ഊരുന്നു. അതായത് ടൗൺ നിശ്ചലമാകുന്നു എന്ന് ചുരുക്കം. അതായത് ഒരു വെളിച്ചം പോലും ടൗണിൽ ഉണ്ടാകുന്നില്ല. ഡിവൈഎഫ്ഐ മുട്ടുമടക്കാനും തയ്യാറായില്ല. അവർ ടോർച്ച് ലൈറ്റ് ഉപയോഗിച്ചുകൊണ്ട് കൃത്യമായ മറുപടി അവർക്ക് നൽകി. അതായത് ഫോണിലെ ഫ്ലാഷ് ലൈറ്റ് ഉപയോഗിച്ച് അവർ അവിടെ പ്രകടനവും നടത്തി. അതായത് ഡിവൈഎഫ്ഐയെ പോലെയുള്ള ഒരു പ്രസ്ഥാനത്തെ നിലക്ക് നിർത്താൻ ഇവർ മുന്നോട്ട് വന്നിട്ടുണ്ട് എങ്കിൽ എത്രത്തോളം ശക്തന്മാരായിരിക്കും ഈ സംഘം? ഇനി പഠിക്കേണ്ടത് അയ്യങ്കിമാരുടെ ഈ പൊന്നു പൊട്ടിക്കൽ കേസ് എന്താണ്? ഇതിൽ CPM-ഉം ഉണ്ട് എന്നാണ് ആരോപണങ്ങൾ വരുന്നത്. അതായത് CPM-ലെ ചില നേതാക്കന്മാർക്ക് ഫണ്ട് എത്തുന്നുണ്ട് എന്നാണ് ഇവർ പറയുന്നത്. എന്നാൽ ഇത് ഒരു CPM-ന്റെ മാത്രം വിഷയമാണോ? എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലെയും പ്രവർത്തകന്മാർക്ക് ഈ വിഷയത്തിൽ കൃത്യമായ ബന്ധമുണ്ട്. ലീഗിനുണ്ട്, കോൺഗ്രസിനുണ്ട്, BJP-ക്കുണ്ട്. അങ്ങനെ തുടങ്ങിയ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഇതിൽ കൃത്യമായ ബന്ധങ്ങളുണ്ട്. അവിടെ പൊന്നിന്റെ മുതലാളിമാർ ഒരു ലീഗുകാരനാണ് എങ്കിൽ അത് ഏറ്റെടുത്ത് കേരളത്തിലേക്ക് എത്തിക്കാൻ വരുന്ന കാരിയർ ചിലപ്പോൾ ഒരു CPM-കാരനായിരിക്കാം. അത് ഏറ്റെടുത്ത് എത്തിക്കേണ്ട ഇടത്ത് എത്തിക്കുന്നവൻ ഒരു BJP-കാരനായിരിക്കാം. അതുകൊണ്ട് ഇതിൽ ഒരു രാഷ്ട്രീയമില്ല. എല്ലാ ആളുകളും ഇതിലുണ്ട്. എന്നാലോ ഇതിൽ ഭൂരിഭാഗം ആളുകൾക്കും പാർട്ടിക്കപ്പുറത്ത് കീശ നിറക്കുക എന്നുള്ള ഒരൊറ്റ ചിന്തയേ ഉള്ളൂ. അതായത് എല്ലാ പാർട്ടികളിലെയും എല്ലാ ആളുകളും ഇത് ചെയ്യുന്നു എന്നല്ല, എന്നാൽ ചിലർ ചെയ്യുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. ഇനി എന്താണ് ഈ ഗോൾഡ് കട്ടിംഗ്? എന്താണ് അർജുനയങ്കി ചെയ്ത കാര്യം? അതായത് ദുബായ് പോലെയുള്ള അല്ലെങ്കിൽ UAE പോലെയുള്ള രാജ്യങ്ങളിലെ ഈ സ്വർണ്ണക്കടത്ത് മുതലാളിമാർ നാട്ടിലേക്ക് സ്വർണം എത്തിക്കാൻ വേണ്ടിയിട്ട് ഒരാളെ ഏർപ്പാടാക്കും. അതായത് വിശ്വാസം തോന്നിയത് കൊണ്ടായിരിക്കും അയാൾക്ക് ഈ പൊന്ന് കൊടുക്കുന്നത്, അതായത് സ്വർണം കൊടുക്കുന്നത്. ഈ സ്വർണം അദ്ദേഹം നാട്ടിലേക്ക് എത്തിക്കും എന്നുള്ള ഒരു വിശ്വാസമായിരിക്കും ഈ സ്വർണ്ണക്കടത്ത് മുതലാളിക്ക് ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ അയാളിൽ ഈ സ്വർണം കൊടുക്കും. പൊതുവെ നടക്കുന്നത് ഈ കൊടുത്ത സ്വർണം ഏറ്റുവാങ്ങാൻ ഈ സ്വർണ്ണക്കടത്ത് മുതലാളിയുടെ ഒരാൾ എയർപോർട്ടിൽ ഉണ്ടാകും. അയാളുടെ കയ്യിലേക്ക് സ്വർണം കൊടുക്കും. അയാൾ അത് എത്തിക്കേണ്ട ഇടത്തേക്ക് എത്തിക്കും. ഇത് 2ാം നമ്പർ ബിസിനസ് ആണ്, അതായത് നമ്പർ 2. എന്നാൽ 4ാം നമ്പർ ബിസിനസിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അതായത് കള്ളക്കടത്തിനിടയിലെ ചതിയും കള്ളക്കടത്തിന് മുകളിലുള്ള കള്ളക്കടത്തിന്റെ കഥ. അതായത് കള്ളക്കടത്ത് മുതലാളി ഈ കാരിയറിന്റെ കയ്യിലേക്ക്, അതായത് നാട്ടിലേക്ക് സ്വർണം എത്തിക്കുന്ന ആളുടെ കൈകളിലേക്ക് പൊന്ന് സ്വർണം നൽകും. അത് വ്യക്തമായ പാക്കിങ്ങിലൂടെയായിരിക്കും നൽകുക.
അത് കസ്റ്റംസിനെ വെട്ടിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെയുള്ള പാക്കിംഗ് നടത്തുക. ഈ പാക്കിങ്ങുമായി ഇവർ എയർപോർട്ടിൽ എത്തുകയും എത്തിയ സമയം കൊടുത്തയച്ച ഈ സ്വർണ്ണക്കടത്ത് മുതലാളി പറഞ്ഞ ആളെ ഇവർ കാണില്ല. അതായത് ഇദ്ദേഹത്തിന്റെ ആളുമായിട്ട് ഇവർ ബന്ധപ്പെടില്ല. മറിച്ച് ഈ കൊണ്ടുപോയവൻ ഒരു പ്ലാൻ ഉണ്ടാക്കിയിട്ടുണ്ടാകും. അതായത് ഈ സ്വർണം കടത്താനുള്ള പ്ലാൻ. അതായത് ഇവനെ സ്വീകരിക്കുന്നത് ഇവൻ തയ്യാറാക്കിയ ആളായിരിക്കും. കോടിക്കണക്കിന് രൂപയുടെ സ്വർണമാണ് എങ്കിൽ ഒരു വലിയ സംഘവും ഉണ്ടാകും. അങ്ങനെ ഇവരെ വെട്ടിച്ചുകൊണ്ട് ഈ സ്വർണം ഈ കള്ളക്കടത്ത് മുതലാളി അറിയാതെ ഈ കാരിയർ കൈക്കലാക്കും. അതൊരു സംഘമായി ഏറ്റെടുത്ത് അവർ മുന്നോട്ട് പോകും. ഈ വിവരമറിയുന്ന സ്വർണ്ണക്കടത്ത് മുതലാളി പെട്ടെന്ന് തന്നെ ഒരു സംഘത്തെ തയ്യാറാക്കും. ആ സംഘം അടിമുടി ഇയാൾക്ക് വേണ്ടിയിട്ട് എല്ലായിടത്തും പോകും. അതായത് പോകാത്ത മേഖലയുണ്ടാകില്ല. പക്ഷേ ഇവർ തോറ്റുപോകുന്ന ചിലയിടങ്ങളുണ്ടാവും. അത് എങ്ങനെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കള്ളക്കടത്ത് മുതലാളിയെ പോലും നിയന്ത്രിക്കാൻ പറ്റുന്ന രീതിയിൽ ഈ ചതിയന്മാർ വളർന്നു എന്നുള്ളതാണ്. അതായത് ചതിയന്മാർ എന്നുദ്ദേശിച്ചത് ഈ ബിസിനസ് നല്ലതാണ് എന്നുള്ളത് കൊണ്ടല്ല, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു പ്രയോഗം തന്നെ നടത്തിയത്. ഇവർ വളർന്നു. കള്ളക്കടത്ത് നടത്തുന്ന ഈ 2ാം നമ്പർ ബിസിനസ്സുകാരെക്കാൾ കൂടുതലായിട്ട് ഇതിനിടയിൽ 4ാം നമ്പർ പണിയെടുക്കുന്ന ആളുകൾ വളർന്ന് പന്തലിച്ചു. അതായത് കടത്തിയ സ്വർണത്തെ ചോദിച്ച് സ്വർണ്ണക്കടത്ത് മുതലാളി ചെന്നു കഴിഞ്ഞാൽ അവർക്ക് ജീവൻ വരെ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകാൻ തുടങ്ങി. അങ്ങനെ ഇത്തരത്തിൽ നഷ്ടപ്പെടുന്ന സ്വർണത്തിന് വേണ്ടിയിട്ട് ആളുകൾ പോകുന്നതും കുറഞ്ഞു. പിന്നീട് എന്തു ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത്തരത്തിൽ 4ാം നമ്പർ പണിയെടുക്കുന്ന ടീമുകൾക്ക് തന്നെ സ്വർണ്ണക്കടത്ത് മുതലാളിമാർ കൊട്ടേഷൻ നൽകാൻ തുടങ്ങി. അങ്ങനെയാണ് ഈ പൊട്ടിക്കൽ ടീമുകൾ പരസ്പരം ഏറ്റുമുട്ടാൻ തുടങ്ങുന്നത്. അതായത് പൊട്ടിച്ചവരിൽ നിന്ന് തന്നെ സ്വർണം കടത്താൻ ഈ കള്ളക്കടത്ത് മുതലാളിമാർ കൊട്ടേഷൻ നൽകുമ്പോൾ ഇവർക്കിടയിൽ നിന്ന് തന്നെ പരസ്പരം പ്രശ്നങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി. യഥാർത്ഥത്തിൽ അർജുനയങ്കിയുടെ വിഷയത്തിൽ സംഭവിച്ചതും ഇത് തന്നെയാണ്. ഇത് വലിയ വിഷയം തന്നെയാണ്. അർജുനയങ്കി ആ വോയിസിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്, ഇതിൽ നിന്ന് ഒരു ഭാഗം പാർട്ടിക്ക് പോകും എന്ന്. യഥാർത്ഥത്തിൽ അത് ഇടതുപക്ഷത്തിലേക്ക് പോകുന്ന ഫണ്ടായിട്ട് ഞാൻ കാണുന്നില്ല, CPM-ലേക്ക് പോകുന്ന ഫണ്ടായിട്ട് കാണുന്നില്ല. മറിച്ച് CPM-ന്റെ പേര് പറഞ്ഞിട്ട് ഇത്തരക്കാരെ സംരക്ഷിക്കുന്ന ഒരു കൂട്ടരുണ്ട്, അവരിലേക്കാണ് ഈ ഫണ്ട് എത്തുന്നത്. ഇത് തന്നെയാണ് ആ അപകട മരണത്തിന് പിന്നിൽ എന്നുമാണ് എന്റെ സംശയം. ഉറപ്പിക്കാനാവില്ല, എന്നാലും എന്റെ സംശയം അത് തന്നെയാണ്. കൊല്ലാനും ഏത് രീതിയിലുള്ള പണിയെടുക്കാനും ഇവർ തയ്യാറാക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പൊട്ടിക്കുന്നവരിൽ പലരും നോർമലായിട്ടായിരിക്കില്ല ഈ പണി ഏറ്റെടുക്കുക. അവർ കൃത്യമായ മരുന്നുകൾ അടിച്ചു വെച്ച് എതിരാളികളെ നേരിടാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു എനർജി ശരീരത്തിൽ കുത്തിക്കയറ്റിയതിന് ശേഷമായിരിക്കും അവരിൽ പലരും ഈ പണിക്കിറങ്ങുക. എല്ലാവരും എന്ന് ഞാൻ പറയുന്നില്ല, അതില്ലാതെ ചെയ്യുന്ന ആളുകളും ഉണ്ടാകാം. എന്നാൽ പോലും നമ്മുടെ അന്വേഷണത്തിൽ മനസ്സിലായിട്ടുള്ള ഒരു കാര്യമാണ് ഇത്. അതായത് 2ാം നമ്പറിനിടയിൽ 4ാം നമ്പർ പണിയെടുക്കുന്ന ഈ ഗോൾഡ് കട്ടിംഗ് ടീം അപകടകരമായ ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നതിനിടയിൽ തന്നെയാണ് അർജുനയങ്കിയുടെ വിഷയം കത്തി നിൽക്കുകയും കേരളം ഈ ഗോൾഡ് കട്ടിങ്ങിനെ കുറിച്ച് കൃത്യമായി മനസ്സിലാക്കുന്നതും. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട പുതിയ വിവരങ്ങൾ ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങളിലേക്ക് ഞാൻ വീണ്ടും എത്തും. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.